ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു എഗ് മോളിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഫിഷ് മോളിയൊക്കെ ചെയ്യില്ലേ, അതുപോലെ മുട്ട വെച്ചിട്ടാണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് കീറിയതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല സോഫ്റ്റായി കിട്ടണം. ഇനി പാനൊന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലേക്ക് വെക്കുമ്പോഴത്തേക്കും സവാള നല്ല സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ സവാളയുടെ കളറൊക്കെ മാറി നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ എത്രയാണോ സ്പൈസ് വേണ്ടതെന്ന് വെച്ചാൽ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ പച്ചമുളകും കൂടി ചേർത്തിട്ടുള്ളതാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മസാലയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് 3 ടൊമാറ്റോ സ്ലൈസ് ചെയ്തും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടച്ച് വെച്ചിട്ട് ഈ ടൊമാറ്റോ സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ടൊമാറ്റോയും സവോളയും എല്ലാം കൂടി നല്ലതുപോലെ മാഷായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് കോക്കനട്ട് മിൽക്ക്, അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകിയിട്ട് അതിൽ നിന്നും എടുത്ത പാലാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കട്ടിപ്പാൽ തന്നെ വേണമെന്നില്ല. നമ്മൾ 2ാം പാലും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എത്രയാണോ ലിക്വിഡ് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒത്തിരി വെള്ളമായി പോരുത്, നമുക്കറിയാമല്ലോ ആ ഒരു കൺസിസ്റ്റൻസി, ആ ഒരു അളവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്കൊരു 2 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അതായത് ഞാൻ കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലതുപോലെ മിക്സിയിലിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 25 ഗ്രാം വരെ എടുക്കാം. അത് ഒരു അരമണിക്കൂറിന് മുമ്പേ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ട് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാവാനായിട്ട് വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് പോവരുത്. ചെറുതായിട്ട് ഇങ്ങനെ സൈഡൊക്കെ തിള വന്ന് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പൊറോട്ട അതുപോലെ ഏതൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.